ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ചില മാസ്മരിക രംഗങ്ങൾ അടങ്ങുന്ന 5 സിനിമകളെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന മാസ്മരിക രംഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ ഇത്തരം സിനിമകളെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില രംഗങ്ങൾ സമ്മാനിക്കുന്ന നല്ല അടിപൊളി ചിത്രങ്ങളായിരിക്കും ഇത്. ഇത്തരം സിനിമകളെ ഞാൻ ദിവസവും പരിചയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിനിമകളെ ഇനിയും പരിചയപ്പെടുത്തുവാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി മെക്സിക്കൻ ചിത്രത്തിനെയാണ്. 2014 പുറത്തിറങ്ങിയ ദ ഒബ്സ്ക്യൂർ സ്പ്രിംഗ് എന്ന ചിത്രമാണത്. സിസീലിയ സുവാസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. ഞാൻ ഈ കിടുരംഗങ്ങൾ എന്നുദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതെ, നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത്തരം രംഗങ്ങൾ കൊണ്ട് ആവേശനിർഭരമായ ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കേണ്ടി വരും. അത്തരം രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഐറനി ഓസ്ലയും നല്ല രീതിയിൽ തന്നെ ഈ ചിത്രത്തിൽ തൻ്റെ കഴിവ് തെളിയിക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ നിങ്ങൾ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. ഐഗർ എന്ന് പേരുള്ള ഒരു പ്ലംബർ പിന എന്ന് പേരുള്ള ഒരു ചായക്കടക്കാരിയെ കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ പിന്നീട് പ്രണയത്തിലാവുകയും പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ ചിത്രം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രഞ്ച് ചിത്രത്തിനെയാണ്. 2010 പുറത്തിറങ്ങിയ ദ സ്റ്റുഡൻറ്റ് സർവീസസ് എന്ന ചിത്രമാണത്. ഡിബോറ ഫ്രാങ്കിയോസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടു രംഗങ്ങളുണ്ട്. ലോറ എന്നൊരു കഥാപാത്രത്തിനെ ആണവൾ അവതരിപ്പിക്കുന്നത്. ലോറ 19 വയസ്സുകാരിയായ ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു. അവളുടെ പോക്കറ്റ് മണിക്ക് വേണ്ടി അവൾ മറ്റേ പണിക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ ജോയ് എന്ന് പേരുള്ള ഒരു 57 വയസ്സുകാരനെ ഓൺലൈൻ വഴി കണ്ടെത്തുന്നു. മണിക്കൂറിന് 100 യൂറോസ് തരാമെന്ന് പറഞ്ഞ് അവളെ അയാൾ വിളിക്കുന്നു. പൈസയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യമായതിനാൽ അവൾ അങ്ങോട്ട് ചെല്ലുന്നു. പിന്നീട് അവിടെ നടക്കുന്ന ചില പരിപാടികളാണ് ഈ ചിത്രം കാഴ്ചവെക്കുന്നത്. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ഒന്നല്ല നിരവധി രംഗങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ലോറ ഇതുവരെ കാണാത്ത പല ലോകങ്ങളും ജോയ് അവളെ കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ തന്നെ കണ്ട് ആസ്വദിക്കാം. ഈ ചിത്രത്തിലെ രംഗങ്ങൾക്കും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. മാത്രമല്ല അതിസുന്ദരിയുമാണ് ലോറ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നല്ലൊരു ദൃശ്യവിസ്മയം ഈ ചിത്രം തീർക്കുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ ചിത്രം മിസ് ചെയ്യരുത്. ഈ ചിത്രത്തിലെ മെയിൻ ഹൈലൈറ്റ് ലോറേനെ കെട്ടിയിട്ട് നടത്തുന്ന ചില പരിപാടികളാണ്. അത് നിങ്ങൾ കണ്ട് തന്നെ ആസ്വദിക്കൂ.
ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി നെതർലാൻഡിയൻ ചിത്രത്തിനെയാണ്. 2010 പുറത്തിറങ്ങിയ ലല്ലേ ബെല്ലേ എന്ന ചിത്രമാണത്. അന്ന റാൾസ്വർഡ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. ബെല്ലെ എന്നൊരു കഥാപാത്രത്തിനെയാണ് അവൾ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ ബെല്ലയുടെ മാത്രമല്ല ഈസസ് കബാലറ്റിൻ്റെയും നിരവധി ആവേശകരമായ രംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ടേബിളിൽ വെച്ച് നടത്തുന്ന ചില പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതിസുന്ദരിയാണ് ബെല്ലെ. 19 വയസ്സുകാരിയായ ബെല്ലെ എന്ന ആ പെൺകുട്ടിയുടെ കഥ പറയുന്ന ഒരു ചിത്രമാണിത്. അവൾക്ക് വയലിൻ വായിക്കുവാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ സംഗീതം നിറഞ്ഞ അവളുടെ ജീവിതത്തിലേക്ക് ജെസ്സി എന്നു പേരുള്ള ഒരാൾ കടന്നു വരുന്നു. പിന്നീട് അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം തുറന്നു പറയുന്നത്. ഈ ചിത്രത്തിനും നല്ലൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുവാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചിത്രവും മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നാലാമത് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രഞ്ച് പടത്തിനെയാണ്. 1981 പുറത്തിറങ്ങിയ പൊസഷൻ എന്ന ചിത്രമാണത്. ഇസബെല്ല അഡ്ജാനി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. എല്ലാം നല്ല അടിപൊളി രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. അന്ന എന്നൊരു കഥാപാത്രത്തിനെയാണ് ഇസബെല്ല ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അതീവ സുന്ദരിയാണ് ആന. അത് നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഒരു ഹൊറർ ജനറിലാണ് ഈ ചിത്രം പോകുന്നതെങ്കിലും പ്രേക്ഷകരെ ആവേശഭരിതരാക്കാനുള്ള നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തുവാൻ അവർ മറന്നിട്ടില്ല. മാർക്ക് എന്ന പേരുള്ള ഒരാൾ തൻ്റെ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. അതിനുശേഷം തൻ്റെ ഭാര്യയായ അന്ന അയാളോട് വല്ലാത്ത രീതിയിൽ പെരുമാറുന്നു. ഒരു ഹൊറർ തീമാണ് ഈ ചിത്രം കൊണ്ടുപോകുന്നത്. എങ്കിലും ആവേശകരമായ രംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊരു R റേറ്റഡ് ചിത്രമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ ചിത്രത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന്. ഒരു ഹൊറർ തീമിലുള്ള കളിപ്പടം തപ്പി നടക്കുന്നവർ തൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പടം തന്നെയാണിത്. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ നാലാമതേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി മെക്സിക്കൻ ചിത്രമാണ്. 1973 പുറത്തിറങ്ങിയ ദ ഹോളി മൗണ്ടൻ എന്ന ചിത്രമാണിത്. കാറിൽ വെച്ച് നടക്കുന്ന ചില പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ചിത്രത്തിൽ ഒരു കേന്ദ്ര കഥാപാത്രമായി പറയുവാൻ ആരും തന്നെയില്ല.
വലേറി ജബ്രഡ്രോസ്കി, റീഡ് ബ്രീസ്, അഡ്രിയാന പേജ്, ജേൻ മിച്ചൽ, ഗ്വാഡ്രാറൂപ്പി പിള്ളഡേഴ്സ് എന്ന് പേരുള്ള നിരവധി പേരുണ്ട്. അവരുടെ എല്ലാം മാസ്മരിക രംഗങ്ങൾ തന്നെ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ ഈ ചിത്രത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. കാരണം അത്തരം രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലതും വർണ്ണനകൾക്കും അപ്പുറമാണ്. ചിലതൊക്കെ ചില മെഷീനുമായിട്ടുള്ള എന്തോ പരിപാടികളാണ്. അതൊന്നും വാ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതെല്ലാം നിങ്ങൾ ഈ സിനിമ കണ്ട് തന്നെ ആസ്വദിക്കൂ. ഈ ചിത്രത്തിലെ കഥയും കുറച്ച് വേറെ ലെവൽ കഥയാണ്. അതും ഒന്നും പറഞ്ഞൊപ്പിക്കാൻ സാധിക്കുകയില്ല. ഇത്തിരി സൈക്കോളജിക്കൽ പരമായും കുറച്ച് ആസ്ട്രോളജിക്കൽ പരമായും പോകുന്ന ഒരു കഥയാണ്. എല്ലാം ഒരു പുതിയ വർണ്ണനകൾക്ക് തന്നെ വേണ്ടി വരും. അതെല്ലാം നിങ്ങൾ ഈ സിനിമ കണ്ട് തന്നെ ആസ്വദിക്കൂ. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഇതൊരു കിളി പറത്തുന്ന പടമാണ്. ആരുടെയെങ്കിലും കിളി പറത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചിത്രം ഉറപ്പായും കാണൂ. മാത്രമല്ല അനവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വർണ്ണനകൾക്കും അതീതമാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും ഈ ചിത്രം കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക് പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.